വാളയാർ പെൺകുട്ടികളുടെ രക്ഷിതാക്കളെ കേസിൽ പ്രതി ചേർത്തത് ആസൂത്രിത നീക്കങ്ങളുടെ ഭാഗമാണെന്ന് അഡ്വക്കേറ്റ് രാജേഷ് മേനോൻ. കുറ്റപത്രം കിട്ടിയാൽ രക്ഷിതാക്കൾക്ക് വേണ്ടി കോടതിയെ സമീപിക്കും. കുറ്റപത്രത്തിൽ അപാകതകൾ ഉണ്ടെങ്കിൽ കോടതിയിൽ ചൂണ്ടിക്കാണിക്കും. രക്ഷിതാക്കളെ പ്രതി ചേർത്തത് നിരാശാജനകമെന്ന് രാജേഷ് മേനോൻ ജനം ടിവിയോട് പറഞ്ഞു. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വാളയാർ കേസിൽ കുറ്റപത്രം ലഭിച്ചാൽ ഉടൻ കോടതിയെ സമീപിക്കുമെന്നാണ് പെൺകുട്ടികളുടെ അമ്മ പറയുന്നത്. അഡ്വക്കേറ്റ് രാജേഷ് മേനോനായിരിക്കും CBI കോടതിയിൽ ഹാജരാവുക എന്നും അവർ പറയുന്നുണ്ട്. ഇപ്പോൾ രാജേഷ് മേനോൻ ചേരുന്നുണ്ട്. കുറ്റപത്രം ലഭിക്കുന്ന മുറയ്ക്ക് കോടതിയെ സമീപിക്കുക അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്നുള്ളത് തന്നെയാണ്. അല്ല, ഇപ്പോൾ കോടതിയിൽ CBI കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളൊരു ന്യൂസ് മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ അനന്തരമായിട്ട് കുറ്റപത്രം ലഭ്യമാക്കാനുള്ള നടപടിക്രമങ്ങൾ കോടതിയിൽ നമ്മൾ ഓൾറെഡി സ്വീകരിച്ചിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ കോടതിയാണ് തീരുമാനിക്കേണ്ടത് ആ കുറ്റപത്രം ഫയൽ സ്വീകരിക്കണോ അതോ അത് മടക്കണോ എന്നുള്ളത് തീരുമാനം എടുക്കേണ്ടത് കോടതിയാണ്. ഇപ്പോഴും അത് കോടതി ഫയൽ സ്വീകരിച്ചു എന്ന് പറയാറായിട്ടില്ല. കുറ്റപത്രം സമർപ്പിച്ചു. കോടതി അതിൽ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് കുറ്റപത്രം ഫയൽ സ്വീകരിക്കുക. ഇതിനു മുമ്പ് സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് അന്വേഷിച്ചിട്ടുള്ള CBIയുടെ നേരത്തെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ടീം പാലക്കാട് കോടതിയിലും ഒരു കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ആ കുറ്റപത്രം കോടതി മടക്കി കൊടുത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അതിലും പുതിയതായിട്ട് ഈ കുറ്റപത്രത്തിൽ എന്താണുള്ളത് എന്ന് വ്യക്തമായും സൂക്ഷ്മമായും പരിശോധിച്ച് അപാകതകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കോടതിയുടെ മുമ്പിൽ അത് ചൂണ്ടിക്കാണിക്കപ്പെടും. അത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. അതിനുള്ള നടപടികളുണ്ടാവും. ഈ പുതിയ കുറ്റപത്രത്തിൽ രക്ഷിതാക്കളെ കൂടി പ്രതി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെങ്ങനെ കാണുന്നത്? വളരെ ആശ്ചര്യജനകവും വളരെ നിരാശാപരമായിട്ടുള്ള ഒരു നടപടിയെന്നേ അതിന് വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണങ്ങൾ പലതും ഉണ്ടാവാം. കുറ്റപത്രത്തിൽ നോക്കട്ടെ എന്തിൻ്റെ ബേസിലാണ് അങ്ങനെ ഒരു നടപടി വന്നിട്ടുള്ളതെന്ന് അത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. എന്നാൽ ഒരു പുതിയ റിവീലേഷൻ എന്തെങ്കിലും അതിലുണ്ടോ ഇല്ലയോ എന്നൊന്നും ആർക്കും ഇപ്പോൾ അറിയാത്തൊരവസ്ഥയുണ്ട്. എനിക്കും അതിൻ്റെ കുറ്റപത്രം പൂർണ്ണമായ രൂപത്തിലുള്ളത് കിട്ടിയിട്ടില്ല. കിട്ടി പഠിച്ചതിന് ശേഷം എന്താണ് CBI പുതിയ കണ്ടെത്തൽ അതിലുള്ളത് എന്ന് നോക്കട്ടെ. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നേരത്തെ തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉൾപ്പെടെയുള്ള കോടതികൾ വളരെ വിശദമായിട്ട് പരിഗണിച്ചിട്ടുള്ള വിഷയമാണ്. അതൊക്കെ ഓൾറെഡി അതിലുണ്ട്. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് എല്ലാ വശങ്ങളും പരിഗണിച്ചതിന് ശേഷം മാത്രമേ അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാവുള്ളൂ. ഈ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ അമ്മയ്ക്ക് വേണ്ടി നേരത്തെ ഹാജരായിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ ഇത്തരം കാര്യങ്ങളെ ഈ അമ്മയും അച്ഛനെയും ഉൾപ്പെടെ പ്രതി ചേർക്കുന്നതിന് അത് താങ്കൾ കേസിനെ കുറിച്ച് ഒരുപാട് നന്നായി പഠിച്ചതായിരിക്കുമല്ലോ. ഹൈക്കോടതിയിൽ ഈ കേസിൽ ഞാൻ ഹാജരായിട്ടില്ല. അതൊക്കെ നേരത്തെ തന്നെ അവരുടെ ബാക്കിയുള്ള അഭിഭാഷകരാണ് അതിലൊക്കെ നേരത്തെ ഹാജരായിട്ടുള്ളത്. ഇവർക്ക് വേണ്ടിയിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ടും അതായത് ഈ വിക്ടിമിൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് പാലക്കാട് കോടതിയിലാണ് ആദ്യമായിട്ട് ഞാൻ ഹാജരാവുന്നത്. അതിനുശേഷമാണ് ആദ്യം CBI കൊടുത്ത കുറ്റപത്രം തിരിച്ചു കൊടുക്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നതും സബ്സിക്വൻ്റ്ലി ഒരു ബെഞ്ച് ഓഫ് പെറ്റീഷൻ CBI പാലക്കാട് കോടതിയിൽ കൊടുത്തിരുന്നു. അതൊക്കെ തള്ളിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിലും പലതരത്തിലുള്ള ഇല്ലാത്ത ആരോപണങ്ങൾ എനിക്കെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളൊരു സാഹചര്യം ഇതിലുണ്ടായിട്ടുണ്ട്. വളരെ ആസൂത്രിതപരമായ പല നീക്കങ്ങളും ഈ കേസിൻ്റെ പുറകിൽ ഉണ്ട് എന്ന് തുടക്കം മുതൽ എനിക്കും സംശയമുള്ളതാണ്. ഇപ്പോൾ ഈ നടന്നിരിക്കുന്ന പ്രതി ചേർത്തിരിക്കുന്നത് ഉൾപ്പെടെ അത്തരം നീക്കങ്ങളുടെ ഭാഗമായിരിക്കുന്നു. തീർച്ചയായിട്ടും ആയിരിക്കാനാണ് സാധ്യത. പൂർണ്ണമായിട്ടും അത് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചൊരു ആധികാരികമായ ഒരു അഭിപ്രായം പറയാൻ സാധ്യതയുള്ളൂ. അമ്മ നിരന്തരം പറയുന്നത് രാജേഷ് മേനോൻ അഭിഭാഷകനായിട്ട് തങ്ങളുടെ പ്രോസിക്യൂട്ടറായിട്ട് വരികയാണെങ്കിൽ ഈ കൃത്യമായിട്ട് പ്രതികളിലേക്ക് എത്താൻ കഴിയും, അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തങ്ങളെയും കൂടെ പ്രതി ചേർത്തിരിക്കുന്നത് എന്നൊക്കെ തരത്തിലാണ് പറയുന്നത്. അല്ല, എന്നെ പ്രതി ചേർത്തിട്ടുള്ള സാഹചര്യം ഇല്ല കേട്ടോ. ഇത് പ്രതി ചേർത്തിട്ടുള്ളത് അമ്മയും ചേർത്തിരിക്കുന്നത്. അതായത് രാജേഷ് മേനോൻ വന്നു കഴിഞ്ഞാൽ ഈ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ കഴിയുമായിരിക്കും. പക്ഷെ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രതി ചേർത്തിരിക്കണമെന്നാണ് പറയുന്നത്. അല്ല, അത് ജനത്തിൻ്റെ വിശ്വാസമാണല്ലോ. നമ്മളതിൽ വേറെ തരത്തിലുള്ള ഏത് കേസിൽ ആണെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ വിശദമായി പഠിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ് ഞാൻ ചെയ്തു വരുന്ന രീതി. ഞാൻ അതിൽ നിന്ന് മറ്റൊരു സംഭവം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളാണ്. കേസിന് എങ്ങനെയാണോ പോകേണ്ടത് അത് ആ രീതിയിൽ നല്ല രീതിയിൽ പോകണമെന്ന് മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഓരോ കേസും കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ ഒരു വിശ്വാസ്യതയുടെ പുറത്ത് അവരുടെ ഓരോ അഭിപ്രായങ്ങൾ അവർ പറയുകയാണ്. അതല്ലാതെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഞാനൊന്നും അല്ലല്ലോ. അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും അന്വേഷണ ഏജൻസിയുടെ ഭാഗമാണ്. അതിൽ ഞാൻ കൈകടത്താറുമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ കുറ്റപത്രത്തിലെ പിഴവുകൾ ഉൾപ്പെടെ കൃത്യമായി ചൂണ്ടിക്കാണിച്ച് ആ അമ്മയും രക്ഷിതാക്കളെ പ്രതി ചേർക്കേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇതുവരെയുള്ള നടപടിക്രമങ്ങളിലൊന്നും അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ആ സാഹചര്യം എങ്ങനെയാണ് ഈ മൊഴികളൊക്കെ വന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടും അവർ പല തവണകളിലും പല ഫോറത്തിലും
ഈ സംഗതി എക്സ്പ്ലെയിൻ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് നേരത്തെ, അത് പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അപ്പോഴൊന്നുമില്ലാത്തൊരു പുതിയ സാഹചര്യം ഇതിൽ ഇപ്പോഴെന്താണ് ഉള്ളത് എന്നുള്ളത് അന്വേഷിച്ച ഏജൻസിക്കല്ലേ പറയാൻ സാധിക്കൂ. അവരത് കുറ്റപത്രത്തിൽ പറഞ്ഞു കാണണം, നോക്കിയതിന് ശേഷം. അതുതന്നെയാണ്. ഏതായാലും കുറ്റപത്രം ലഭിക്കുന്ന മുറയ്ക്ക് കൂടുതൽ നടപടികളിലേക്ക് കടക്കും. രാജേഷ് മേനോനെ ഉൾപ്പെടെ തങ്ങൾക്ക് വേണ്ടി CBI കോടതിയിൽ ഹാജരാകും എന്നുള്ളതാണ് പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ ഏതായാലും വ്യക്തമാക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. വാളയാറിൽ രക്ഷിതാക്കളെ പ്രതിചേർത്ത സംഭവം നിരാശാജനകമാണ് എന്നാണ് അഡ്വക്കേറ്റ് രാജേഷ് മേനോൻ ജനം TV യുമായി പങ്കുവച്ച അഭിമുഖത്തിൽ പറയുന്നത്.